ഹലോ, ഇന്ന് ഞാൻ വന്നത് ഒരു സ്പെഷ്യൽ കറി ആയിട്ടാണ്. കറി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്നത്, അതായത് ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇടിയപ്പം, പുട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയാലും അതിലേക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കറി. അതിൻ്റെ സാധനങ്ങളാണ് ഓമക്കായ ചീവി വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, സവോളയുണ്ട്, ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല, വെളുത്തുള്ളി ഇടാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം ചെയ്യണത് പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഓമക്കായ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഓമക്കായ നമ്മളിട്ടു, എന്നിട്ട് ബാക്കി സാധനങ്ങൾ അതിലിട്ടാം. ഇതിനെ ഒന്ന് ആ എണ്ണയിൽ ഒന്നാണ് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ, ഒരു ഇതിൽ അത്ര ഇളക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി അതിലേക്ക് ഉള്ളി, ക്യാരറ്റ്, ഇഞ്ചി നമ്മൾ നുറുക്കി വെച്ചതാണല്ലോ, അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. വേറെ നമ്മൾ വെളുത്തുള്ളി ഇടുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഒരുവിധം എല്ലാം നമ്മൾ മസാലക്കറികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. അതേപോലെ പച്ചമുളക് വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല, ആ മുളകിൻ്റെ ഇതൊന്നും ഇടുന്നില്ല. അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. പിന്നെ വല്ലാതെ അതൊന്നുമല്ല, വല്ലാതെ എരിവുള്ളതോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും, പാകത്തിന് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന് ഇനി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതന്നെയല്ലേ ചെയ്യുക, വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാം മിക്സായി, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. ഇത് അത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ, ഇത് വേവാനുള്ള സമയം കുറച്ച് സമയമുണ്ട്. കുറച്ചുകൂടി ചെറുതാക്കി നുറുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് അത് വെന്ത് കിട്ടും, ആ ക്യാരറ്റും ഇതൊക്കെ. അപ്പോൾ ഇത് കുറച്ച് വളരെ ചെറുതല്ല, അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ, മറ്റേ പോലെ അല്ലാണ്ട് കുറച്ചുകൂടി എടുക്കും. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കട്ടെ. ഈ കഷ്ണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേവിൻ്റെ സമയം വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളം, ഓമക്കായുടെ വെള്ളം, ആവിയെല്ലാം കൂടി തട്ടി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മസാലപ്പൊടി ഇട്ടുണ്ട്. ഗരം മസാലയാണ് ഇടുന്നത്, വേറെ മസാലപ്പൊടികളൊന്നും അല്ല ഇടുന്നത്, ഗരം മസാലയാണ് ഇടുന്നത്. അത് ആ മസാലയുടെ ടേസ്റ്റ് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളം കുറഞ്ഞു തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു മധുരം വരും. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ എല്ലാത്തിലും നമ്മൾ ചെയ്യണതല്ല, ആ ഒരു ടേസ്റ്റിന് മണവും ടേസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇപ്പോൾ വെള്ളം കുറവാ തോന്നുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചുകൂടി ഒഴിക്കാമെന്ന് മാത്രം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു സാധനം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഇതിപ്പോൾ വെറുതെ കഷ്ണം വെള്ളം വേറെ വേറെ കിടക്കണ പോലെയല്ല, ആ ഒരു കൂട്ടിപ്പിടുത്തുള്ള ഒരു ഇത് വരുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്തു. ഇനി അപ്പോൾ പെട്ടെന്ന് അതൊന്ന് തിക്കായിട്ട് വരും. വളരെ ടൈറ്റായിട്ടല്ല നമ്മൾ ചെയ്യണത്, എന്നാൽ ലൂസും അല്ല, രണ്ടായിട്ട് കിടക്കണമല്ല, ഒന്നൊരു യോജിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അതിട്ടത്. ഇപ്പോൾ കണ്ടോ, എല്ലാം കൂടി മിക്സ് ആയപ്പോൾ നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇത്ര തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു തിക്നെസ്സിൽ കിട്ടണതാണ് അതിനൊരു ടേസ്റ്റ്. ഇനി മറ്റേ മല്ലിയുടെ ഇല നല്ലോണം ചെറുതാക്കി നുറുക്കി അതിലേക്ക് ഇട്ടു. അത്രയേ ഉള്ളൂ. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഗ്രേവി കറി. ഓക്കെ, താങ്ക് യു.